അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലെ ഏറ്റവും അധികം നിർവഹിച്ച ശുക്റും നിസ്കാരം തന്നെയാണ്. രാത്രി സമയങ്ങളിലും പകല് സമയങ്ങളിലും ഏറ്റവും അധികം നിർവഹിച്ചത് നിസ്കാരമല്ലേ? രാത്രിയിൽ മണിക്കൂർ കണക്ക് പകലിനേക്കാളും കൂടുതലല്ലേ നിസ്കരിച്ചത്? സുബ്ഹാനല്ലാഹ്. കുസൂഫ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് ഹദീസിലുണ്ട്. ചന്ദ്രഗ്രഹണ നിസ്കാരം നമ്മളെ നാട്ടില് ഒരു ശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പറയുന്നു, ഭൂമിയിൽ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഈ ഡേറ്റിൽ ഇത്രയും കൃത്യമായിട്ട് നടക്കാനുണ്ട്. അപ്പൊ ഉസ്താദ് അവർകൾ നമ്മളോട് പറയാണ്, ഗ്രഹണ നിസ്കാരം നിസ്കരിക്കണം, എല്ലാവരും എത്തണം. ഗ്രഹണം ആരംഭിച്ച് ഗ്രഹണം നീങ്ങുന്നത് വരെയാണ് നിസ്കരിക്കേണ്ടത്. ചിലപ്പോൾ 4 മണിക്കൂറും 4.5 മണിക്കൂറൊക്കെ ഉണ്ടാവും. സുന്നത്ത് നിസ്കാരമാണ്, ഫർളല്ല. എത്ര പേരുണ്ടാകും? ജീവിതത്തിൽ ഒന്നുമില്ല, ഒരു പക്ഷേ ഒരിക്കലേ ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ 2 തവണ. 60 വയസ്സിൻ്റെ ഇടയിൽ 2 തവണ ഉണ്ടാകും, അല്ലെങ്കിൽ വളരെ അപൂർവം ആളുകൾക്ക് ചിലപ്പോൾ 3 കിട്ടിയിട്ടുണ്ടാകും. ഇതിൽ തന്നെ എത്ര ആൾക്കാർ കിട്ടാത്തവരുണ്ടാവും, ഗ്രഹണം നിസ്കരിക്കാത്തവർ. പക്ഷെ ആ ഗ്രഹണ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി അന്നൊരു നിർദ്ദേശം കൊടുത്തപ്പോ മദീന പള്ളിയിൽ സ്വഹാബത്ത് നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ആരാണ് വന്ന സ്വഹാബിമാരിൽ അധികവും? പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു. പക്ഷേ റബ്ബിന് അവർക്കുള്ള ശുക്ർ അങ്ങനെയായിരുന്നു സഹോദരങ്ങൾ. അല്ലാഹു തആലാക്ക് അവർ നിർവഹിക്കുന്ന ശുക്ർ. നമ്മുടെ കുടുംബം നല്ല നന്ദിയുള്ള ദീനീ കുടുംബമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളം 5 നേരത്തെ നിസ്കാരമാണ്. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ പറ്റി പറയാം, കുറച്ചൊക്കെ അള്ളാഹുവിന് നന്ദിബോധമുള്ളൊരു കുടുംബമാണ്. 5 നേരത്തെ നിസ്കാരമല്ല, 4 ഉള്ളൂ, സുബഹി ഓഫാണ്. എങ്ങനെ പറയും നന്ദിബോധമുള്ള കുടുംബാണ്? കൊടുക്കാനാണെങ്കിൽ അല്ലാഹു തആല അവരെ വീട്ടിൽ 4 റൂമിലും ഓരോ റൂമിലും AC ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ AC ഇല്ലാത്തത് അവിടെ ടോയ്ലറ്റിലും പുറത്ത് ജനങ്ങൾ വന്ന് പേപ്പറൊക്കെ വായിക്കാനിരിക്കുന്ന ഒരു വരാന്തയിലും മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ അതിൽ സുഖിച്ച് മതിച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുമ്പോഴേക്ക് അവന് വിളിച്ചുപോയി അല്ലാഹ് 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 എന്ന് വിളിച്ചുപോയി. നിസ്കരിക്കാൻ യഥാർത്ഥത്തിൽ ഒരു ബോധമുള്ള ആളാണെങ്കിൽ അവന്റെ ശരീരം എത്ര സുഖമാണ് അനുഭവിക്കുന്നതെങ്കിലും അവന്റെ ശരീരത്തിനൊരു ബോധമുണ്ട്. ആ ശരീരത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഒരിക്കലും ആ മനുഷ്യൻ നശീകരണ പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാനുള്ളൊരു തഖ്വയിലായിട്ട് അവൻ മുന്നോട്ട് പോകും. റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ തന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിയപ്പോ നമ്മളെ വിളിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, യാ ബനീ ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും. ഭൂമിയിൽ നിങ്ങൾക്ക് നാം ഇതാ ഉടയാടകൾ ഇറക്കിയിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ നഗ്നതകളും സ്വകാര്യതകളും ഒക്കെ മറക്കാൻ പറ്റുന്ന നല്ല വസ്ത്രം, വരീശൻ തണുപ്പും ചൂടും അകറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഭംഗി വസ്ത്രവും കാവലിനുള്ള വസ്ത്രവും ഒക്കെ നാം ഇറക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഏത് വസ്ത്രം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിലും ധരിക്കുകയാണെങ്കിലും വലിബാസു തഖ്വാ ദാലിക ഖൈർ, വലിബാസു തഖ്വാ ദാലിക ഖൈർ. തഖ്വയിലാർന്ന വസ്ത്രം, തഖ്വയുടെ വസ്ത്രം, തഖ്വയുടെ ഉടയാട, അതാണ് ഏറ്റവും ഉത്തമം. തഖ്വയുടെ ഉടയാട എന്ന് പറയുമ്പോ വിശദമായി പറയണം. 1, നിയമബന്ധിതമായിട്ടുള്ള വസ്ത്രം സ്വീകരിക്കണം, നിയമപൂർണമായിട്ടുള്ള വസ്ത്രം സ്വീകരിക്കണം. ആണിനും വസ്ത്രത്തിന് നിയമമുണ്ട്, പെണ്ണിനും വസ്ത്രത്തിന് നിയമമുണ്ട്. ആ നിയമത്തിൽ അധിഷ്ഠിതമായ വസ്ത്രം സ്വീകരിക്കണം, നിയമത്തിൽ അധിഷ്ഠിതമായ ഉടയാട സ്വീകരിക്കണം. ഏത് വസ്ത്രമാണ് പുരുഷൻ ധരിക്കുന്നതെങ്കിലും അവന്റെ ഞെരിയാണി വിട്ട് താഴെ ഇറങ്ങാത്ത വസ്ത്രമാകണം അത്.
അതേ അവന്റെ ശരീരത്തിൽ ശരിയായ നിലക്ക് മറ സ്വീകരിക്കുന്നതോടൊപ്പം നിയമം പൂർണ്ണമാക്കുന്ന രീതിയിൽ